नमो विष्णुपदाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिति नामिने। नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशकारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंदा। हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे. ഭഗവത്ഗീത പഠനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഭഗവത്ഗീതയിലെ മംഗളാചരണവും ഗീതാ മഹാത്മ്യവും എന്താണെന്നുള്ളതാണ് നോക്കുന്നത്. ശ്ലോകങ്ങൾ ഓൾറെഡി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വായിക്കാൻ പഠിച്ചിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിലെ മംഗളാചരണത്തില് ആദ്യത്തെ ശ്ലോകത്തില് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഈ ഭൗതിക ലോകത്തിലുള്ള ജീവാത്മാക്കൾക്ക് ഒരു കണ്ണിന്റെ പ്രശ്നം. എന്താ പ്രശ്നം? തിമിരം, കാറ്ററാക്ട് വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ കണ്ണില് പ്രശ്നമുള്ളതുകൊണ്ട് നമ്മൾ കാണുന്നതൊക്കെ എങ്ങനെയാ? ക്ലിയർ അല്ല. നമ്മൾക്ക് വ്യക്തമായിട്ട് എന്താണ് ഏതാണ് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. അപ്പോ നമ്മള് ഭൗതിക ലോകത്തിലെ ദുരിതങ്ങൾ അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. പക്ഷെ നമ്മൾക്ക് ഇത് ദുരിതാണ്, ഇത് ആത്യന്തികമായ സുഖമല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ ഈ നമ്മളുടെ കാഴ്ചയിലുള്ള പ്രശ്നത്തിന് പരിഹാരം ആരാ തരുന്നത്? നമ്മളുടെ ഗുരുനാഥനാണ്. ഗുരുനാഥനാ തരുന്നത്. ഗുരുനാഥൻ എങ്ങനെയാണ്? ഒരു സർജനാണ്. അദ്ദേഹം ശലാക എന്ന് പറഞ്ഞാൽ സർജറി ഡിപ്പാർട്ട്മെന്റ് ആണ് ആയുർവേദത്തിൽ. അപ്പോ നമ്മളുടെ കണ്ണിലെ ഒരു തിമിരത്തിന്റെ ശസ്ത്രക്രിയ ചെയ്ത് നമ്മളുടെ വിഷൻ, നമ്മളുടെ കാഴ്ചയെ തുറക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഗുരുനാഥനെ നമിക്കുന്നു. അതുപോലെ തന്നെ നമ്മളെല്ലാവരും ഇസ്കോണിന്റെ ഗുരു പരമ്പരയില് ചൈതന്യ മഹാപ്രഭുവിന്റെ വഴിയിൽ കൂടെയാണ് വരുന്നത്. അപ്പോ മഹാപ്രഭുവിന്റെ മനസ്സിലെ അഭിലാഷം ഭൂമിയില് നടത്തിക്കാൻ, അതായത് എല്ലാവർക്കും ഭഗവത് ഭക്തി പ്രദാനം ചെയ്യാനായിട്ട് രൂപഗോസ്വാമിയാണ് ഇതില് മുന്നിട്ട് വന്നിട്ടുള്ളത്. നമ്മളെല്ലാവരെയും രൂപ അനുഗാസ് എന്നാണ് പറയുന്നത്. അപ്പോ ആ രൂപഗോസ്വാമിയുടെ ബ്ലെസ്സിങ്സിനായിട്ട് പ്രാർത്ഥിക്കുന്നു. അടുത്ത ശ്ലോകം. ഇനി വരുന്നത് നമ്മളെ ഗുരു എന്നുദ്ദേശിക്കുന്നത് ഒരു വ്യക്തിയല്ല, ഗുരു തത്വമാണ്, ഗുരു പരമ്പര മുഴുവനായിട്ടുമാണ്. അപ്പൊ അതില് ശ്രീ ഗുരു വന്ദേഹം ശ്രീ ഗുരു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു വ്യക്തിയല്ല, ഓൾ ദ ഗുരുസ് ഇൻ ദ പരമ്പര. ഗുരു പരമ്പരയെ പൂർണ്ണമായിട്ടും അപ്പിൽ ഭഗവാന്റെ അടുത്തേക്ക് എത്തുന്ന വരെയും ഉള്ള പൂർണ്ണമായിട്ടുള്ള ഗുരു പരമ്പരയെ നമസ്കരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അത് പറഞ്ഞാൽ നമ്മൾ സ്വയം ഭഗവാനെ, ദീനബന്ധോ, നമുക്ക് ഏറ്റവും ഹൃദയ നൊമ്പരമുള്ള വ്യക്തി, അതാണ് ദീനൻ എന്ന് പറയുന്നത്. വേറെ ഒരു രക്ഷയില്ല. ഒരു ക്രൈസിസിൽ വന്ന് നിൽക്കുന്ന വ്യക്തി, അങ്ങനെയുള്ള വ്യക്തിക്ക് എവിടെയാണ് ആശ്രയമുള്ളത്? വേറെ ഒന്നിലും ആശ്രയിക്കാൻ പറ്റില്ല, ഭഗവാനെ മാത്രം. അപ്പൊ അങ്ങനെ ദീനബന്ധുവായിട്ടുള്ള ഭഗവാൻ നമ്മൾക്ക് കരുണ തരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പിന്നെ മംഗളാചരണത്തിന് അടുത്തതായിട്ട് ശ്രീമതി രാധാറാണിനെയാണ് പ്രാർത്ഥിക്കുന്നത്. കാരണം ഭഗവാനും രാധാറാണിയും നമ്മൾ വേർതിരിക്കാനേ പറ്റില്ല. ഓൾവേസ് രാധാകൃഷ്ണ ടുഗദർ. അടുത്തതായിട്ട് നമുക്ക് എല്ലാ വൈഷ്ണവന്മാരെയാണ്. എല്ലാ വൈഷ്ണവന്മാരും എങ്ങനെയാണ്? അവര് നമ്മളുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റി തരുന്ന കൽപ്പതരു പോലെയാണ്. ആധ്യാത്മികമായിട്ടുള്ള എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും, എന്ത് ഒബ്സ്റ്റക്കിൾ ഉണ്ടെങ്കിലും, എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും എവിടെ പോകണം? ഭക്തന്മാരുടെ അടുത്ത് പോകണം. ഭക്തന്മാരുടെ എല്ലാ പ്രോബ്ലത്തിൻ്റെയും സൊല്യൂഷൻ ഉണ്ട്. ഭൗതിക പ്രോബ്ലം ആയാലും ആധ്യാത്മിക പ്രോബ്ലം ആയാലും സൊല്യൂഷൻ ആരുടെ കയ്യിലുണ്ട്? വൈഷ്ണവന്മാരുടെ കയ്യിലുണ്ട്. അപ്പോ ഏറ്റവും പതിതരായിട്ടുള്ളവരെ അങ്ങോട്ട് പോയി ചെന്ന് ഉദ്ധരിക്കുന്നവരാണ് വൈഷ്ണവന്മാർ. അങ്ങനെയുള്ള വൈഷ്ണവരെ ഞാൻ നമസ്കരിക്കുന്നു. പിന്നെ മഹാപ്രഭു, പഞ്ചതത്വ, ശ്രീകൃഷ്ണ ചൈതന്യ, അതുപോലെ നിത്യാനന്ദ പ്രഭു, അദ്വൈതാചാര്യ, ഗദാധര, ശ്രീവാസ്, ഇവരെ എല്ലാവരെയും
നമസ്കരിക്കുന്നു. ഗൗരഭക്തവൃന്ദ, അദ്ദേഹത്തിന്റെ ഭക്തന്മാരെ എല്ലാവരെയും നമസ്കരിക്കുന്നു. പിന്നെ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഭഗവാന്റെ 3 വാക്കുകൾ മാത്രമല്ല ഈ മഹാമന്ത്രം, സർവശക്തിയും ഭഗവാൻ അതില് കണ്ടൻസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മളെ കൊണ്ട് വലിയ തപ ധ്യാന കാര്യങ്ങളൊന്നും സാധിക്കില്ല. നമ്മളുടെ കപ്പാസിറ്റി അത്രയുള്ളൂ. അതുകൊണ്ട് ഭഗവാൻ നമുക്ക് അത്രയും സിമ്പിളാക്കി തന്നിരിക്കുകയാണ് ഈ മഹാമന്ത്രം. ഇത് ഒരു മഹാമന്ത്രം മാത്രം മതി. ഈ മഹാമന്ത്ര ജപം കൊണ്ട് നമ്മൾക്ക് പെർഫെക്ഷൻ ഒരു ജന്മം കൊണ്ട്, ഈ ഒരു മനുഷ്യ ജന്മം കൊണ്ട് പെർഫെക്ഷൻ എത്തിക്കാൻ സാധ്യമാണ് എന്ന് ശ്രീ പ്രഭുപാദ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ ഉറച്ച് നിന്നുകൊണ്ട് നമ്മള് ഭഗവാന്റെ ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം 16 മാല മിനിമം ശ്രദ്ധയോടുകൂടെ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഭഗവത്ഗീത സ്റ്റഡിയുടെ റിസൾട്ട് വരേണ്ടത്. നമ്മളെ ഭഗവാന്റെ നാമവും ഭഗവാനും തമ്മിൽ വ്യത്യാസമല്ല. അതുകൊണ്ട് ഭഗവാനിലേക്ക് അടുക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഹരിനാമത്തോട് കൂടുതൽ അടുക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അടുത്ത നമ്മൾ ഗീതാ മഹാത്മ്യത്തിലേക്ക് കിടക്കുകയാണ്. ഗീത തന്നെ എന്താണ്? ഇത് ഈ ശ്ലോകങ്ങൾ സ്വയം ശങ്കരാചാര്യർ എഴുതിയിട്ടുള്ള ശ്ലോകങ്ങളാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ആരാണോ ഭഗവത്ഗീതയിലെ പറഞ്ഞിട്ടുള്ള അറിവ് പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അവർക്ക് ജീവിതത്തിൽ 2 സാധനം മിസ്സിംഗ് ആയിരിക്കും. എന്താണ്? ഒന്ന് ഭയം, ഒന്ന് ശോകം. ഒന്ന് ഭയം എന്ന് പറഞ്ഞാൽ ടെൻഷൻ ഉണ്ടാവോ, ആൻസൈറ്റി, ഉത്കണ്ഠ, ഈ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ശോകം, ഇങ്ങനൊരു കാര്യം സംഭവിച്ചു, അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചുകൊണ്ടേയിരിക്കുക, പെർമനന്റ്ലി വിഷമത്തിന്റെ മൂഡ്. ഈ 2 കാര്യങ്ങളും ഉണ്ടാവില്ല. ആൻസൈറ്റി, ടെൻഷനും ഉണ്ടാവില്ല, പേടിയും ഉണ്ടാവില്ല. പിന്നെ അടുത്ത ശ്ലോകത്തിൽ അദ്ദേഹം എന്താ പറയുന്നത്? നമ്മൾ ഇതുവരെ ചെയ്തു വെച്ചിട്ടുള്ള പാപപുണ്യങ്ങളുടെ ലോഡ് എത്രയാണ്? ഒരുപാട് അധികമാണ്. പക്ഷെ ഈ ഭഗവത്ഗീത നമ്മൾ സീരിയസ് ആയി പഠിക്കുന്നത് കൊണ്ട് അതെല്ലാം മാറിപ്പോവാനുള്ള അവസരമാണ്. ഇനി അടുത്ത ശ്ലോകത്തിൽ അദ്ദേഹം പറയുന്നത് വെച്ചാൽ, നമ്മൾ ശരീരത്തിൽ അഴുക്ക് വന്നാൽ എങ്ങനെയാണോ കുളിക്കുന്നത്, അതുപോലെ തന്നെ ഈ ഭഗവത്ഗീതയാവുന്ന ഗംഗാജലത്തിൽ കുളിച്ചാൽ നമ്മളുടെ മേൽ വന്നിട്ടുള്ള ഈ ഭൗതിക അഴുക്ക്, ഭൗതിക അസ്തിത്വം എന്ന അഴുക്ക് പൂർണ്ണമായിട്ടും മാറിപ്പോവും എന്ന് പറഞ്ഞു. അടുത്തത് എന്താ പറയുന്ന വെച്ചാൽ, ഈ സുഗീത, ഭഗവത്ഗീത എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പോയമാണ്. പക്ഷെ ഇത് സാധാരണ പോയമല്ല, സ്വയം ഭഗവാന്റെ മുഖപത്മത്തിൽ നിന്നുള്ള പോയമാണ്, സോങ് ആണ്. അപ്പോ ഇതില് ഭഗവാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ എന്തിനാ നമ്മൾ ശാസ്ത്രങ്ങളെ റെഫറൻസ് ചെയ്യുന്നത്? ഭഗവാന്റെ ലോട്ടസ് ലിപ്സിന്ന് ഭഗവാൻ ഒരു കൺക്ലൂഷൻ തന്നിട്ടുണ്ടെങ്കിൽ എനിക്കും ശാസ്ത്ര ഇനി ഒന്നും അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല. ഇത് ഇസ് ദി അൾട്ടിമേറ്റ് എന്നാണ് ശങ്കരാചാര്യ പറയുന്നത്. പിന്നെ അടുത്തതിൽ എന്താ പറയണത്? ഭഗവാന്റെ തൃപ്പാദം തൊട്ട് വന്ന ജലമാണ് ഗംഗ. ഗംഗാജലത്തിന്റെ ഒരു തുള്ളി കൊണ്ട് നമ്മൾക്ക് പൂർണ്ണമായിട്ടും പ്യൂരിഫിക്കേഷൻ നടക്കും. അപ്പൊ ഭഗവാന്റെ മുഖപത്മത്തിൽ നിന്നിട്ടുള്ള ഗംഗയാവുന്ന ഗീത തൊട്ട് കഴിഞ്ഞാൽ ഒരിക്കലും പുനർജന്മം ഉണ്ടാവില്ല. നമ്മളുടെ ഭൗതിക അസ്തിത്വത്തിന് ഒരു വിരാമം വന്ന് പെർമനന്റ് ആയിട്ട് നമ്മൾ ഭഗവാന്റെ സേവനത്തിലേക്ക് പ്രൊമോഷൻ കിട്ടും എന്നാണ് പറയുന്നത്. പിന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ശ്ലോകമാണ്. ഭഗവാൻ ഒരു ബാലകനാണ്. പശുവിനെ മേയ്ക്കുന്ന വ്യക്തിയാണെങ്കിൽ നമ്മളൊക്കെ ആരാ? നമ്മളൊക്കെ ഈ ഗീതയുടെ ആവശ്യക്കാരാ. ഗീതയുടെ ഫ്രൂട്ട്സ്, ഗീതയുടെ റിസൾട്ട് ആവശ്യം നമ്മൾക്കാണ്. പക്ഷെ അർജുനനെ അവിടെ എന്തായിട്ടാ വെച്ചിട്ടുള്ളത്? ഒരു നിമിത്തം മാത്രമായിട്ട്. എങ്ങനെയാണോ
സകല ഉപനിഷത്തുകളുടെയും വേദാന്ത സൂത്രങ്ങളുടെയും എല്ലാ വേദങ്ങളിലുള്ള അറിവിൻ്റെയും സത്തയായിട്ട് ഗീതേനെയാണ് പറയുന്നത്. എങ്ങനെയാണോ എല്ലാ ഉപനിഷത്തുകളെയും ഒരു പശുവായിട്ടും ഭഗവാനെ പശുവിനെ നോക്കുന്ന വ്യക്തിയായിട്ടും അർജുനനെ പശുക്കുട്ടിയായിട്ടും, പശുക്കുട്ടി പൂർണ്ണമായിട്ടും പാല് കുടിക്കുന്നില്ല, പശുക്കുട്ടീനെ ഒന്ന് കാണിച്ചിട്ട് പിന്നെ ബാക്കി പാല് മുഴുവൻ ആർക്കാ? ആവശ്യക്കാർ, നമ്മൾക്ക് വേണ്ടിയിട്ടാണ് ഭഗവത്ഗീത പറഞ്ഞിട്ടുള്ളത്, അർജുനനെ അവിടെ മുൻനിർത്തിക്കൊണ്ട് മാത്രം. പക്ഷേ ഈ സർവശാസ്ത്രങ്ങളുടെയും സാരം ഭഗവത്ഗീതയിൽ ഉണ്ട് എന്നാണ് ഈ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ലാസ്റ്റ് ശ്ലോകം ഗീതാ മഹാത്മ്യത്തിലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ശ്ലോകമാണ്. ശങ്കരാചാര്യ പറയാണ്, ഏകം ശാസ്ത്രം ദേവകി പുത്രഗീതം, ഒരേ ഒരു ശാസ്ത്രമേ ആവശ്യമുള്ളൂ. ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിട്ടുള്ള ഈ ഭഗവത്ഗീത ഒരേ ഒരു ദേവന്റെ ആവശ്യമുള്ളൂ. ആരാ? സ്വയം ദേവകിയുടെയും വസുദേവരുടെയും പുത്രനായ കൃഷ്ണൻ മാത്രമേ ആരാധനായിട്ടുള്ള ദേവനായിട്ട് ആവശ്യമുള്ളൂ. ഏകോ മന്ത്രസ്തസ്യ നാമാന്യാനി, അദ്ദേഹത്തിന്റെ തിരുനാമങ്ങൾ മാത്രമേ മന്ത്രമായിട്ട് ഇനി ആവശ്യമുള്ളൂ. കർമാപി ഏകം തസ്യ ദേവസ്യ സേവ, നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളോ ഭഗവാന്റെ സേവനം അല്ലാതെ വേറെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്നു. ഏകോ ഒന്ന്, ഇത് കേവലം ഇത് മാത്രം മതി എന്നാണ് അദ്ദേഹം